ദൈവത്തെ അറിയുന്തോറും അടുത്തു ചെല്ലുന്തോറും ദൈവം ശോധന കഴിച്ചുകൊണ്ടേയിരിക്കും, ദൈവം പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പ്രത്യേക ജീവിതാനുഭവമാണ്. അത്ര സുഖകരമോ രസകരമായ സാഹചര്യം ആയിരിക്കുകയില്ല അത്. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ദൈവം പരിശോധിക്കുന്ന ആളുകൾ ആ പരിശോധന കഴിയുമ്പോൾ ഒരു പ്രൊമോഷൻ ദൈവം നൽകും. അത് കാണുമ്പോൾ മറ്റുള്ളവർ അതിശയിക്കും, ശത്രു പല്ല് കടിച്ചുരുകിപ്പോകും. നിങ്ങളുടെ പരാജയം കാണാൻ കൊതിച്ചവരൊക്കെ നിങ്ങളുടെ ഉയർച്ച കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത്, എത്രമാത്രം പരിശോധനയെക്കൂടെ ദൈവം നിങ്ങളെ കടത്തിവിടുന്നു, നിങ്ങൾ പിറുപിറുക്കണ്ട. അത് നിങ്ങളുടെ പ്രൊമോഷനും ഉയർച്ചയ്ക്കും അനേകരുടെ സാക്ഷ്യത്തിനും അത് ഹേതുവായി മാറും. ഇയ്യോബിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു വചനം കേൾക്കുക. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. ഏറ്റവും അധികമായി ശോധന ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണ് ദൈവഭക്തനായിരുന്ന ഇയ്യോബ്. അവൻ കടന്നു പോകാത്ത ശോധനയില്ല. എല്ലാ മേഖലയിലും അദ്ദേഹം പരിശോധിക്കപ്പെട്ടു. അതെല്ലാം കൂടെ ഒരേ സമയത്ത് അദ്ദേഹം പരിശോധിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ അത് തൻ്റെ സമ്പത്ത് മുഴുവനായി നഷ്ടപ്പെടുകയും, തൻ്റെ തലമുറ മുഴുവൻ നഷ്ടപ്പെടുകയും, തൻ്റെ കുടുംബത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളെല്ലാം എതിരായി മാറുകയും, തൻ്റെ കുടുംബത്തിനകത്ത് ഭാര്യ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് അദ്ദേഹം മരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും തള്ളിപ്പറയുകയും, ഒടുവിൽ തൻ്റെ ശരീരം പോലും രോഗബാധിതനായി ഒരു പ്രാണൻ മാത്രം ശേഷിച്ചിരിക്കുന്ന പരിശോധന ഒരേ സമയത്ത് കടന്നു വന്നപ്പോൾ, അത്രമാത്രം ശോധന കടന്നു വന്ന മനുഷ്യൻ ഇന്നും ഇയ്യോബിനെ കുറിച്ച് പറയുന്നതിന്റെ കാരണം, അദ്ദേഹത്തെ ദൈവം ഇയ്യോബിനെ വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടിരിക്കുന്നതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ ദൈവം പരിശോധിക്കുന്നതിന്റെ അവസാനമുണ്ട്, ഒരു അവസാനം. ആ അവസാനത്തിൽ വരുമ്പോൾ ദൈവം പൊന്നുപോലെ ഇയ്യോബിനെ പുറത്തു കൊണ്ടുവന്നു, നഷ്ടമായതൊക്കെ മടക്കി കൊടുത്തു. ദൈവം ശോധന കഴിക്കുമ്പോഴൊക്കെയും ഒരു പ്രൊമോഷനുണ്ട്. ഹല്ലേലൂയ. പൊന്നുപോലെ പുറത്തു വരും, ഏറ്റവും വിലയേറിയതായി പുറത്തു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കടത്തിവിടുന്ന ശോധനയിൽ നിങ്ങൾ പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്. എന്തുകൊണ്ട് എനിക്ക് മാത്രമെന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. നിനക്ക് മാത്രം ഒരു പ്രൊമോഷൻ ദൈവം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രം ദൈവം ഒരു ഉയർച്ച വെച്ചിട്ടുണ്ട്. നിങ്ങൾ സാധാരണക്കാരെ പോലെ സാധാരണക്കാരുടെ നടുവിൽ സാധാരണ ദൈവത്തെ സേവിക്കുന്നവരല്ല. നിങ്ങൾ സാധാരണക്കാരുടെ നടുവിൽ ഒരു അസാധാരണ ദൈവത്തെ, അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അസാധാരണ വ്യക്തികളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാത്തിനും ഒരു ദൈവത്തിന്റെ നീതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നിരാശപ്പെടരുത്, പരിഭവിക്കരുത്. അത് നമ്മെ ഉയർച്ചയിലേക്ക് നടത്തും. ഹല്ലേലൂയ. ദാനിയേലിന്റെ പ്രവചനം 1-ാമത്തെ അധ്യായത്തിൽ ദാനിയേലും അവനോട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് യഹൂദ ചെറുപ്പക്കാരും ബാബേലിൽ പ്രവാസികളായി എത്തിയപ്പോൾ അവർ ഭയങ്കര ബുദ്ധിശക്തിയുള്ള യുവാക്കളായതുകൊണ്ട്, ഭയങ്കരമായുള്ള ഐക്യമുള്ള ആളുകളായതുകൊണ്ട് രാജാവ് അവിടുത്തെ ഉദ്യോഗസ്ഥരായി നിയമിക്കുവാനുള്ള പ്രത്യേക ശോധനയ്ക്കകത്തൂടെ, എക്സാമിനേഷനകത്തൂടെ കടത്തിവിട്ട് ആ രാജ്യത്ത് വലിയ എക്സിക്യൂട്ടീവ്സ് ആക്കി എടുക്കാൻ വേണ്ടി, നയതന്ത്രജ്ഞരാക്കി എടുക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ യഹൂദ ബാലന്മാരെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ രാജാവിന്റെ മുഴുവൻ കൊട്ടാരത്തിലുള്ള എല്ലാ പ്രിവിലേജസും അവർക്ക് നൽകാൻ തീരുമാനിച്ച കൂട്ടത്തിൽ രാജാവിന്റെ മദ്യവും രാജാവിന്റെ അതിനനുസരിച്ചുള്ള ഭക്ഷണവും അവർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. അപ്പൊ ഈ ദൈവത്തിന്റെ ഭക്തരായ ഈ ദാനിയേലും കൂടെ ഉണ്ടായിരുന്നവർ, അവർ ചെറുപ്പക്കാരാണെങ്കിലും ഭയങ്കര ഭക്തരാണ്. അവർ യഹൂദന്മാരായതുകൊണ്ടും ഏകദൈവ വിശ്വാസികളായതുകൊണ്ടും ദൈവത്തിന് വിശുദ്ധമല്ലാത്ത കാര്യങ്ങൾ ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ടും അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ ദൈവഹിതമല്ലാത്ത ആഹാരം ഭക്ഷിക്കില്ല, ദൈവഹിതമല്ലാത്ത എന്റർടൈൻമെന്റ് ഞങ്ങൾ കൂടുകയില്ല. അവർക്ക് മേലധികാരികളായ ആളുകളോട് പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവരാണ്, ആയിക്കൊള്ളാം, പക്ഷേ രാജാവിന്റെ ആഹാരവും രാജാവിന്റെ പാനീയവും ഞങ്ങൾക്ക് വേണ്ട. ഒടുവിൽ അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ പറഞ്ഞു, ഒരു ടെസ്റ്റ് നടത്തിക്ക്, ഒരു 10 ദിവസത്തേക്ക് ഞങ്ങളെ ഇന്ന് ശോധന ചെയ്തു, ഞങ്ങൾക്കൊരു സാധാരണ വെജിറ്റബിൾ ആഹാരം തരികയും
സാധാരണക്കാരൻ്റെ ആഹാരം തന്നിട്ട് മറ്റുള്ളവർക്ക് വിശിഷ്ടമായ രാജകീയ ഭോജനം കൊടുത്തു നോക്കുക. എന്താണ് വ്യത്യാസം? ഞങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടോ, ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞു. 1-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 1-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവര് 10 ദിവസം കഴിഞ്ഞപ്പോൾ ശാകഭോജനം കഴിച്ച ആളുകൾ, ഈ സസ്യാഹാരം കഴിച്ച യഹൂദ ബാലന്മാർ, ദൈവത്തോട് പ്രാർത്ഥിച്ചവർ, അവര് മറ്റുള്ളവരെക്കാൾ അഴകുള്ളവരായി മാറി, ഫാറ്റുള്ളവരായി മാറി, ബലമുള്ളവരായി മാറി, തേജസ്സുള്ളവരായി മാറി. ഇനി അടുത്തത് അത് മാത്രമല്ല, 20-ാമത്തെ വാക്യം, രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലാടുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ഹല്ലേലൂയ. 10 ദിവസത്തെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ 10 ഇരട്ടി വിശിഷ്ടരായി അവർ മാറി. പ്രിയമുള്ളവരെ, ചില പരിശോധനയൊക്കെ ഭക്തിയുടെ പേരിലും ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പേരിലൊക്കെ ചില പരിശോധനയെ കൂടെ കടന്നു പോകേണ്ടി വരും. ആ സമയത്ത് അല്പം വേദന ഉണ്ടാകുമെങ്കിലും അത് തെരഞ്ഞെടുത്ത പരിശോധനയാണ്. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. 10 ഇരട്ടി വിശിഷ്ടരാക്കി മാറ്റി. ഹല്ലേലൂയ. പദവികൾ കൽപ്പിക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു. അതെ, ലോകമല്ല നമ്മളെ ഉയർത്തുന്നത്. ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യരുടെ സഹായത്തിലല്ല നമുക്കുള്ള ഉയർച്ച. നമ്മുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആമേൻ. അവൻ നമ്മെ ഉയർത്തിയാൽ ആർക്കും താഴ്ത്താൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ശോധനയ്ക്കകത്ത് നിരാശപ്പെടേണ്ട. ദൈവം കുറച്ച് നാളത്തേക്കൂടെ കഴിഞ്ഞിട്ട് ചില വാതിലുകൾ അടഞ്ഞിരിക്കുന്നു, ചില പേപ്പറുകൾക്ക് നീക്കമില്ല, ചില പണികൾ തടസ്സപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ദൈവസന്നിധിയിൽ തന്നെ കാത്തിരിക്കുക. ദൈവത്തിനൊരു പണിയുണ്ട്, ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. ആ പരിശോധനയുടെ കാലം കഴിയുമ്പോൾ ദൈവം 10 ഇരട്ടി വിശിഷ്ടരാക്കി പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആണ് ദാനിയേലിന്റെ അനുഭവം നമ്മൾ കാണുന്നത്. പത്രോസ് ലേഖനം 1 പത്രോസ് 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ തേജസ്സിനും പുകഴ്ചയ്ക്കും മാനത്തിനുമായി കാണുവാൻ ഇടവരും. ആമേൻ. അതേ പ്രിയമുള്ളവരെ, യേശുവിനെ ആരാധിച്ചിട്ടും കർത്താവിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചിട്ടും പല വിഷയങ്ങൾക്കും വീണ്ടും വീണ്ടും ശോധന കഴിക്കപ്പെടുകയാണല്ലോ എന്ന് ചിന്തിക്കും. നിരാശപ്പെടേണ്ട. അതിനകത്തൊരു തേജസ് വെളിപ്പെടാനുണ്ട്, പൊന്നുപോലെ പുറത്തു വരാനുണ്ട്. ഒരു മഹത്വകരമായ ഭാവി ദൈവം നിങ്ങൾക്ക് ഇവിടെ കരുതിയിട്ടുണ്ട്. ഈ ഭൂമിയിലുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റാർക്കും ഇല്ലാത്ത മഹത്വം നിത്യതയിലെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യട്ടെ. എല്ലാ പരിശോധനകളും നന്മയ്ക്ക് വേണ്ടിയാ. കർത്താവിനോട് ചേർന്നിരിക്കുക, പ്രാർത്ഥനയിൽ തുടര്. ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഞാൻ നിങ്ങൾ കൂടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എൻ്റെ ഈ സഹോദരങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ സന്ദേശപ്രകാരം കർത്താവേ, അവിടുന്ന് അനുവദിക്കുന്ന എല്ലാ ശോധനയ്ക്കകത്തും ഞങ്ങളെ വിശിഷ്ടരാക്കുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തേജസ്സുള്ള, മാന്യമുള്ള, മഹത്വമുള്ള, വിലയേറിയതാക്കി മാറ്റുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് ശോധന കഴിക്കുന്നതിനായി നന്ദി. അവിടെ ഒന്നും പെറുപെറുത്ത് പുറകിൽ പോകാതെ കർത്താവിനോട് പറ്റി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ സ്നേഹം അറിയുവാനും അങ്ങയുടെ വിശിഷ്ടത അറിയുവാനും അങ്ങയുടെ നാമത്തിന്റെ മഹിമ അറിയുവാനും ഒക്കെ ഞങ്ങൾ മുഖാന്തരം ഇടയായി തീരട്ടെ. സന്ദേശം കേൾക്കുന്നവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവെ വാടിപ്പോകാതെ, മറുപടി കാണുന്നില്ലല്ലോ, ദൈവപ്രവൃത്തി വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടാതെ, വെളിപ്പെടുമ്പോൾ മഹത്വകരമായത് വെളിപ്പെട്ടു വന്ന് വിശ്വാസത്തോടെ കാത്തിരിപ്പാൻ സഹായിക്കും. കർത്താവ് കൂടി അത്ഭുതം ചെയ്യണം. ഈ മെയ് മാസത്തില് കർത്താവെ മഹത്വകരമായ മറുപടികൾ വെളിപ്പെട്ടു വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ നേരൊക്കെ പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്ലോറിയസ് ഡേ.